അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ള കറ്റാർവാഴ ജ്യൂസുമായിട്ടാണ്. ഇത് നമുക്ക് ചൂട് കാലത്തായാലും നോമ്പ് കാലത്തായാലും ചൂടകറ്റി നിർത്താനും അതുപോലെ തന്നെ ആസിഡിറ്റി ഇല്ലാതാക്കാനും നമ്മുടെ തടി കുറക്കാനുമൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ജ്യൂസാണിത്. ഇത് നമുക്ക് വീട്ടിലില്ലെങ്കിൽ വാങ്ങാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വലിയ ലീഫാണെങ്കിൽ ഒരെണ്ണം മതിയാകും. ഞാൻ ചെറുതായത് കൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നല്ലോണം വാഷ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ അരികൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനൊരു ഗ്ലാസിൻ്റെ മെഷർമെൻ്റാണ് കേട്ടോ കാണിക്കുന്നത്. സൈഡൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഇതൊന്ന് 2ആയിട്ടോ 3ആയിട്ടോ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ ഒരു സ്കിന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തുള്ള ജെല്ല് എടുക്കാൻ പറ്റും. പിന്നെ ജെല്ല് എടുക്കുമ്പോൾ ആ ഒരു ഗ്രീൻ പാർട്ട് എടുക്കാതിരിക്കാൻ നോക്കുക. ജെല്ല് മാത്രമായിട്ട് എടുക്കാൻ നോക്കുക. ഓക്കെ, ജെല്ലൊക്കെ നല്ലോണം റിമൂവ് ചെയ്തതിന് ശേഷം ഇത് നല്ലോണം വാഷ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ വാഷ് ചെയ്തെടുത്ത ജെല്ലാണിത്. ഇനി നമുക്കിത് നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കാം. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കുക. ഇതൊരു 2-3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് ലെമൺ ഡ്രോപ്സ്, 1/2 ടീസ്പൂണ് ഇഞ്ചി ക്രഷ് ചെയ്തത്, പിന്നെ കുറച്ച് പുതിന ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഒരു 2-3 ടേബിൾ സ്പൂണ് ഹണി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് അരിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ആലുവേറ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്ന കൊണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്. അങ്ങനെ കുടിക്കാൻ പറ്റാത്ത സംഭവമൊന്നുമല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.